ഹലോ അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആബിത്താടെ ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. അത് വാനില സ്പോഞ്ച് കേക്കിൽ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് തീം ചെയ്തിരിക്കുകയാണ്. അത് അവരുടെ ഒരു കോളേജിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെഫ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആബിത്താക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൈസ് വിന്നർക്കുള്ള സമ്മാനം കയ്യിൽ കിട്ടിയിട്ടില്ല. വലപ്പാട് മായ കോളേജിലെ 2005-2008 ഡിഗ്രി ബാച്ചുകാരുടെ ഡിഗ്രി ബാച്ചുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കോമ്പറ്റീഷനിൽ ഈ ഒരു കേക്കാണ് പ്രസൻറ്റ് ചെയ്തത്. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴത്തെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് മാത്രം പോരാ, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. ആ 3 ഓപ്ഷൻസിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഞാൻ എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുക. ഇനി ടൈറ്റിലിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടും. അപ്പോൾ അതിൽ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അതൊക്കെ നോക്കി പോയി സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ വീഡിയോസ് കാണണമെങ്കിൽ അഫീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിലേക്ക് പോവും. എന്നിട്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ വീഡിയോസ് ഓർഡറിൽ കിട്ടും. അതല്ല പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും പ്ലേലിസ്റ്റ് എടുക്കണമെങ്കിൽ പ്ലേലിസ്റ്റ് നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണം അവരുടെ കോമ്പറ്റീഷൻ എങ്ങനെയായിരുന്നു വെച്ചാൽ പ്രിപ്പയർ ചെയ്യണ റെസിപ്പി സ്വന്തമായി വീഡിയോ എടുത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയോ അല്ലാതെ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അവരുടെ കോമ്പറ്റീഷൻ. അപ്പോൾ ഒറിജിനൽ വീഡിയോ ആബിത്താനെ കൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുപ്പിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഞാനാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 4 മുട്ട, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ബാറ്റർ ഒഴിക്കാനുള്ള ബേക്കിംഗ് ട്രേ ആദ്യം അതൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ബട്ടർ പേപ്പറോ കുറച്ച് മൈദ ഇട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മൈദ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരിച്ച് എടുത്ത് വെക്കുക. ഒരു 3 തവണ അരിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി ആ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയും വാനില എസൻസും കൂടിയിട്ട് ബീറ്റ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ പതഞ്ഞ് വരണ വരെ ബീറ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിരുന്നതും കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിരുന്നില്ലേ, അത് അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇനി ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പാച്ചിലോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തരികളില്ലാണ്ടൊന്ന് പതുക്കനെ മിക്സ് ചെയ്താൽ മതി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതൊക്കെ ചെയ്യണതിന് മുന്നേ നമ്മുടെ ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കണം, ഗ്രീസ് ചെയ്ത് വെക്കണം. ബട്ടറൊക്കെ തടവി ബട്ടർ പേപ്പർ ചുറ്റും വെച്ച് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓവൺ ആദ്യം 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ്. എന്നിട്ടാണ് ഇത് വെച്ചത്. അതിനുശേഷം 30 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ സെയിം നമ്മൾ വെക്കണ പാത്രം ആദ്യം പ്രീ ഹീറ്റ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ വേണം ഈ ഒരു ട്രേ അതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതേ 30 മിനിറ്റ് ആയപ്പോൾ സ്പഞ്ച് എടുത്ത് നോക്കി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം ഇവിടെ 3 കപ്പാണ് എടുത്തേക്കണത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി വരണം. സ്റ്റിഫായതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക. സ്റ്റിഫായോ എന്നറിയാൻ ഇതേപോലെ എടുത്ത് നോക്കുക. ബൗളിങ്ങനെ മറിച്ചിടുമ്പോൾ അത് വീഴാതെ നിൽക്കും. അപ്പോൾ അത് സ്റ്റിഫായി നിർത്താം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ നമുക്ക് ആ ഒരു ക്രീം ആക്കി കൊടുത്തിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം കുറച്ച് ക്രീം ഒന്നായൊരു ബോർഡിലൊന്ന് തേച്ച് കൊടുക്കുക.
എന്നിട്ട് ഒരു ലെയർ ആദ്യം വെച്ച് കൊടുക്കുക. ഇനി അതിൽ ക്രീം ആക്കണം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ മേലെ ക്രീം തേക്കാം. ക്രീം നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കണം. ഇനി ആ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. പീസ് വെക്കുക, ഷുഗർ സിറപ്പ് ഒഴിക്കുക, ക്രീം ഇടുക. അങ്ങനെ അവസാനത്തെ ഐസിങ് പരിപാടിയാണ്. ക്രീമൊക്കെ നന്നായി തേച്ചിട്ട് നല്ല എഡ്ജ് വരുത്തണം. നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു റൊട്ടേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ബാസ്ക്കറ്റിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണ്. എന്നിട്ട് ക്രീമിൽ ബ്രൗൺ കളറ് മിക്സ് ചെയ്തിട്ട് ബാസ്ക്കറ്റ് വരച്ചു കൊടുക്കണം കേട്ടോ. ഇത് വിപ്പിംഗ് ക്രീമിൽ ബ്രൗൺ കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ കളർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുപോലെ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ടാണ് ലീഫൊക്കെ ചെയ്തിട്ടുള്ളത്. ആബിത്താടെ മോനാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഇങ്ങനെ ഷെയ്ക്കിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ മുകളിൽ വെക്കാനുള്ള ഫ്ലവർ വരക്കുക. അപ്പോൾ അതേ ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വിപ്പ് ചെയ്തിട്ട് ഫ്ലവർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യണം കണ്ടിട്ടുള്ളത് എല്ലാവരും ബേക്ക് ചെയ്യണവരൊക്കെ. ഇത് നോസിൽ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് റോസ് നോസിൽ തന്നെയാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ് വലിയ നോസിൽ റോസിൻ്റെ. അത് വെച്ചിട്ടാണ് ഈ ഒരു പെറ്റൽസ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ കൂടി ഇലകൾ ലീഫിൻ്റെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇലകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സൈഡിൽ ഇതേപോലത്തെ ചെറിയൊരു ഡിസൈനൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതേ നല്ല ഭംഗിയുള്ള ഫ്ലവർ ബാസ്ക്കറ്റ് തീമിലൊരു വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ചെയ്യാനായിട്ട്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്